ഭിന്നശേഷി രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കൂടി ഉദ്ഘാടക ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക. പ്രവർത്തനങ്ങളിലും അതുപോലെ ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവരുമെല്ലാം കോഴിക്കോട് ജില്ലയുടെ കലക്ടർ മേഘൽ കുമാർ സിംഗ് അവരുകളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിശിഷ്ട സെക്രട്ടറി അജേഷ് ടി വി, സാമൂഹ്യനീതിയുടെ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം, ശ്രീ പ്രസാദ് പി ടി, നന്ദി പ്രകാശിപ്പിക്കുന്ന ജിജോ ജെയിംസ് ഉൾപ്പെടെയുള്ള ഈ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന പ്രഖ്യാപന ചടങ്ങിന്റെ അധ്യക്ഷത നമ്മുടെ വിശിഷ്ട അധ്യയനമായിട്ടുള്ളപ്പം നമുക്ക് നിൽക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലയ്ക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അഭിമാന നിമിഷം കൂടിയാണ്. 1,00,000 രൂപ കൂടെ ഇതിനു വേണ്ടി വകയിരുത്തുകയും അങ്ങനെ നമുക്ക് നമ്മുടെ ജില്ലയിൽ പൂർണ്ണമായും രജിസ്ട്രേഷൻ നടത്താൻ സാധിച്ചു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. നമ്മുടെ ഈ പരിപാടി ഈ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചതിൻ്റെ അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത്. അതിനെ തുടർന്ന് നമ്മൾ 2ാം ഘട്ട ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജില്ലാ കളക്ടർമാർക്കും നിയമസഭാ സാമാജികർക്കും പഞ്ചായത്ത് അധികൃതർക്കും എല്ലാം വിവരങ്ങൾ നൽകുകയുണ്ടായി. പക്ഷേ സംസ്ഥാനത്തുടനീളം ഒരേ അളവിൽ നമുക്ക് ഈ പ്രവർത്തനം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കോഴിക്കോട് ജില്ലയിൽ വിജയകരമായി നടപ്പാക്കാൻ നമുക്ക് സാധിച്ചതിന് വളരെയധികം പിന്തുണ നൽകിയ നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ സ്നേഹിൽ കുമാർ IAS-നും അദ്ദേഹത്തിന്റെ ഇന്റൻസിനും ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് കാര്യമായ നിലയിൽ ഈ തന്മുദ്ര ക്യാമ്പയിനെ പിന്തുണച്ചതിനും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും മറ്റ് അംഗങ്ങളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഇപ്പോ കോഴിക്കോട് ജില്ലയിൽ 57,000-ൽ പരം ഭിന്നശേഷിക്കാരെ, സമ്പൂർണമായും എല്ലാ ഭിന്നശേഷിക്കാരെയും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. തന്മുദ്ര ക്യാമ്പയിന്റെ ഭാഗമായി 1,00,000-ലധികം ഭിന്നശേഷിക്കാരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 57,000 ഭിന്നശേഷിക്കാരെ രജിസ്റ്റർ ചെയ്യിക്കാനായിട്ടുണ്ട് എന്നുള്ളത്. 57,370 ഭിന്നശേഷിക്കാരാണ് നമ്മുടെ കോഴിക്കോടുള്ളത്. അവരെ മുഴുവൻ ഈ രജിസ്ട്രേഷൻ പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇനി നമുക്ക് വളരെ കുറവ് ഭിന്നശേഷി സഹോദരങ്ങൾക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള UDID കാർഡ് ലഭ്യമാക്കാനുള്ളൂ. ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് സമ്പൂർണമായും ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും കാര്യത്തിൽ പൂർത്തീകരിക്കാൻ കോഴിക്കോട് ജില്ലയ്ക്കായി അതിന്റെ പ്രഖ്യാപനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഇനി ഏകദേശം 15,000-ഓളം ഭിന്നശേഷിക്കാർ ഇനിയും കാർഡ് ലഭ്യമാക്കാനുണ്ട്. അത് കൂടി കഴിഞ്ഞാൽ സമ്പൂർണമായും UDID കാർഡ് എല്ലാവരുടെ കയ്യിലും എത്തിച്ച ജില്ലയായിട്ട് കോഴിക്കോട് മാറും. നിങ്ങളുടെ ഏവരുടെയും സ്നേഹപൂർണമായ പിന്തുണ ഞാൻ അതിനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതിൽ NSSന്റെ വോളണ്ടിയർമാർ നല്ല സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രോഗ്രാം ഓഫീസർമാർ അതിൽ പങ്കാളികളായിട്ടുണ്ട്. ബഹുമാന്യനായ ജില്ലാ കളക്ടറും അദ്ദേഹത്തിന്റെ ഇന്റേൺസും സഹമിത്ര പദ്ധതിയുടെ ഭാഗമായിട്ട് അതിന് പങ്കാളിയായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇക്കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിക്കുകയും മുൻകൈ എടുക്കുകയും ചെയ്ത ജില്ലാ കളക്ടറെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഈ ക്യാമ്പയിന്റെ തുടക്കഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും കത്തയക്കുകയും അവരുടെ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പലരും പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തത്, പല അളവിലാണ്, പല റേഞ്ചിലാണ്. അപ്പൊ കോഴിക്കോട് ജില്ല ഇത് സമ്പൂർണമായി പൂർത്തീകരിച്ചു എന്നുള്ളത്
നമ്മുടെ ജില്ലാ കളക്ടർക്കുള്ള ക്രെഡിറ്റ് കൂടിയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. കോഴിക്കോട് ജില്ല ഈയൊരു പ്രൊജക്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭിന്നശേഷിക്കാരെയും തെരുവിൽ അലഞ്ഞു തിരിയുന്ന പാവപ്പെട്ട മനുഷ്യരെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ ജില്ല എന്ന നിലയിലും നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ പ്രത്യേകമായ പദവിയുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന വിധത്തിൽ ഈ പ്രാന്തവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക്, ആരും കെയർ ചെയ്യാനില്ലാത്ത മനുഷ്യർക്ക് താങ്ങും തണലുമായിട്ടുള്ള ഇടങ്ങൾ സൃഷ്ടിച്ചു കോഴിക്കോട് എന്നുള്ളത് ഈ ജില്ലയ്ക്ക് ഏറെ അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ്. മറ്റ് ജില്ലകളിലേക്ക് കൂടി ഈ മാതൃകകൾ നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ NSS വോളണ്ടിയർമാർ, പ്രോഗ്രാം ഓഫീസേഴ്സ്, ജില്ലാ കളക്ടർ, സഹമിത്ര പ്രൊജക്ടിന്റെ ഭാഗമായവർ, ഇന്ത്യൻസ്, അതുപോലെ ഏറ്റവും ഒടുവിൽ പക്ഷെ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മുടെ വയോമിത്രം കോർഡിനേറ്റേഴ്സ്, വയോമിത്രം പദ്ധതിയിൽ അണിനിരക്കുന്ന എല്ലാ KSSMന്റെ പ്രവർത്തകരെയും, അത് ഔപചാരികതയുടെ പേരിൽ മാത്രമാണ്, അവർ ഞങ്ങളുടെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് അത്. പക്ഷെ എങ്കിലും ഈ വിപുലമായ പ്രൊജക്ട് വിജയിപ്പിച്ചെടുക്കുന്നതിന് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗമായിട്ട് അണിനിരന്ന KSSMലെ എല്ലാ ജീവനക്കാരെയും പ്രത്യേകമായിട്ട് ഈ പ്രവർത്തനത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു, അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫർട്ടാണ് വിജയിക്കുന്നത്. നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾ സമൂഹത്തിൽ ഒന്നാമത് പരിഗണന ലഭിക്കേണ്ടവരാണ്. ഒരുപാട് യാതനകളും വേദനകളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവരുടെ കുടുംബാംഗങ്ങൾ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭവന സന്ദർശനം നടത്തിയ NSS വോളണ്ടിയേഴ്സിനും ഇന്ത്യൻസിനും ഒക്കെ, അവർ ചെറുപ്പക്കാരാണല്ലോ, ആ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ ലഭിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. കനിവോടെ അലിവോടെ ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ തുടർന്നും തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു വലിയ അച്ചീവ്മെന്റിന്റെ ഈ ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയെ സമ്പൂർണ്ണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ജില്ലയായിട്ട് സ്വാഭിമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.